പ്രിയപ്പെട്ടവരെ, ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഈ പരിശുദ്ധമായ ഈ ദേവാലയത്തിന് മുൻപിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ, എന്തെല്ലാം കുറഞ്ഞു പോയിട്ടുണ്ടോ, ഏതെല്ലാം കാര്യങ്ങൾ ഞാൻ വിഷമിക്കുന്നുണ്ടോ, അതിൻ്റെ എല്ലാറ്റിൻ്റെയും പരിഹാരം, ഉത്തരം ആയിരിക്കും എൻ്റെ ഈശോ. നമ്മളത് മനസ്സിലാക്കുക. ഏതെല്ലാം കാര്യങ്ങളിൽ നിരാശയാണോ നമ്മുടെ പ്രശ്നം, ഡിപ്രഷനാണോ നമ്മുടെ പ്രശ്നം, മരുന്ന് കഴിഞ്ഞിട്ട് മാറാത്ത രോഗങ്ങളാണോ നമ്മുടെ പ്രശ്നം, എല്ലാത്തിനും പരിഹാരമായിരിക്കും ഈശോ. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ദിവ്യകാരുണ്യത്തെക്കുറിച്ച്, ദിവ്യകാരുണ്യ ഈശോയെക്കുറിച്ച് പറയുന്ന ഒരു വാചകം എങ്ങനെയാണ്? ദ യൂക്കറിസ്റ്റിക് ലോർഡ്, പരിശുദ്ധ കുർബാനയിലെ ഈശോ ഈസ് ദ പെർമനന്റ് സൊല്യൂഷൻ ഫോർ ഓൾ യുവർ പ്രോബ്ലംസ്. നിന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും ശാശ്വതമായ പരിഹാരമാണ് ദിവ്യകാരുണ്യ ഈശോ. നമ്മൾ കുർബാന അർപ്പിക്കുമ്പോൾ നമുക്ക് ആ ഒരു ചിന്തയുണ്ടെങ്കിൽ എത്ര ഭക്തിയോടെ ബലിയിൽ പങ്കെടുക്കാൻ പറ്റും. നമ്മൾ ആലോചിച്ച് നോക്കിക്കേ. ഇത് അപ്പുറത്തോടെ ഒരാൾ പോയാൽ നമ്മൾ അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് ഇതിലേ പോയാൽ ഇങ്ങോട്ട് നോക്കും. നമുക്ക് അവിടെ കർത്താവിൻ്റെ ബലി അർപ്പിക്കുകയാണ്, നമുക്കൊരു ഏകാഗ്രതയും കിട്ടുന്നില്ല. നമുക്ക് ഈ ബോധ്യം, പ്രിയപ്പെട്ടവർ, എൻ്റെ ദൈവം ആരാണെന്നുള്ളൊരു ബോധ്യം വേണം. ഇപ്പം പരിശുദ്ധ പിതാവ് ജോൺ പോൾ പാപ്പ പറയുകയാണ്, നിൻ്റെ ജീവിതത്തിൻ്റെ സകല പ്രശ്നങ്ങളുടെയും ശാശ്വതമായ പരിഹാരം ദിവ്യകാരുണ്യ ഈശോയാണ്, ദിവ്യകാരുണ്യ ഈശോയാണ്. അത് കഴിഞ്ഞ് ഒരു വാക്കും കൂടി പരിശുദ്ധ പിതാവ് പറയുന്നത് എങ്ങനെയാണ്? ആൻഡ് ദ യൂക്കറിസ്റ്റിക് ജീസസ് ഈസ് ദ ആൻസർ ടു ഓൾ യുവർ ക്വസ്റ്റ്യൻസ്. ഉത്തരം കിട്ടാത്ത നമ്മുടെ ജീവിതത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് ദിവ്യകാരുണ്യ ഈശോ, പരിഹാരമാണ് ഈശോ. ഈ ഒരു ബോധ്യം മനസ്സിൽ കിടക്കുന്ന ഒരാൾക്ക് എത്ര നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും നമ്മൾ ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ക്ലോക്കയിലേക്ക് നോക്കും, ഇതെന്താ തീരാത്തത്, ഇതെന്താ തീരാത്തതെന്നായിരിക്കും നമ്മുടെ ചിന്ത. ഇത് തീർന്നിട്ട് വേണം അടുത്ത പരിപാടിക്ക് പോകാൻ. ഇങ്ങനെ നമുക്ക് ദൈവസന്നിധിയിൽ വന്നാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. ദൈവം ആരാണെന്നും എൻ്റെ കർത്താവ് എനിക്ക് എന്ത് തരുന്നവനാണെന്നും പ്രിയപ്പെട്ടവരെ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് കർത്താവിൻ്റെ അടുത്ത് വരാനായിട്ട് നമുക്ക് പറ്റും, എപ്പോഴും പറ്റും. നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ എന്താണോ കുറവ്, അതിൻ്റെ പരിഹാരമാണ് ഈശോ. അതാണ് ഞാൻ തന്നെ എന്ന വാക്കിൻ്റെ അർത്ഥം. നിന്റെ ഭാഗ്യമാണ് കർത്താവ്, നിന്റെ അനുഗ്രഹമാണ് കർത്താവ്, നിന്റെ സന്തോഷമാണ് കർത്താവ്. ഏത് കാര്യത്തിലാണോ നീ പ്രയാസപ്പെടുന്നത്, അതിൻ്റെ പരിഹാരം വേറെ എവിടെയുമില്ല, ഈശോയുടെ അടുത്ത് മാത്രമാണുള്ളത്. ഈ ബോധ്യത്തോടെ പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ ഇരിക്കണം. ഞാൻ ബൈബിളിൽ നിങ്ങളോട് ഈ ദൈവത്തിന് പല പേരിൽ ബൈബിൾ നമ്മൾ ദൈവത്തെ കാണുന്നുണ്ട്. ഇപ്പോൾ ദൈവം തന്നെ പറയുകയാണ് ഞാൻ തന്നെ. മറ്റൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. അത് നമ്മൾ വായിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിലാണ്. ബുക്ക് ഓഫ് ജഡ്ജസ് ചാപ്റ്റർ 13. അവിടെ നമ്മൾ കാണുന്നത് ഒരു കുടുംബം, നമ്മുടെ പോലെ നല്ല ഒരു കുടുംബം, നല്ല വിശ്വാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ ജീവിക്കുകയാണ്. പക്ഷേ അവർക്ക് കുട്ടികളില്ല. അതാണ് അവരുടെ വിഷമം. ശരിക്കും പറഞ്ഞാൽ പുതിയ നിയമത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ എലിസബത്തിൻ്റെയും സക്കറിയുടെയും ഒരു കുടുംബം പോലെയാണ് പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ ഒരു കുടുംബം. എലിസബത്തിന് സക്കറിക്ക് മക്കളില്ല. സക്കറിയ പുരോഹിതനാണ്, എന്നിട്ടും മക്കളില്ല. അവർ നന്നായിട്ട് ജീവിച്ചു, എന്നിട്ടും മക്കളില്ല. ഇങ്ങനെ എടുത്തെടുത്ത് സുവിശേഷത്തിൽ ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 5 മുതലുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്. അതുപോലെ പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിലും ഒരു കുടുംബം, പക്ഷേ മക്കളില്ല. അവർ നല്ല ജീവിതം നയിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കുട്ടികളില്ല. ആ കുടുംബനാഥൻ്റെ പേരാണ് മനോവ. എന്താണ് പേര്? മനോവ എന്നാണ് കുടുംബനാഥൻ്റെ പേര്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മനോവയുടെ ഭാര്യയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടു, ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് മനോവയുടെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു, ഇതാ നിനക്ക് ദൈവം ഒരു കുഞ്ഞിനെ തരാൻ പോവുകയാണ്. ആ കുഞ്ഞിനെ നീ സാധാരണ മനുഷ്യ കുഞ്ഞുങ്ങളെ പോലെ അല്ല വളർത്തേണ്ടത്. അവൻ്റെ ശരീരത്തിൽ ചില അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവൻ്റെ ഭക്ഷണവും അവൻ്റെ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം നിർദ്ദേശിക്കുന്ന പ്രത്യേകമായ രീതിയിൽ നീ കൊടുക്കണം. കാരണം അവൻ കർത്താവിന് വളരെ വേണ്ടപ്പെട്ടവനാണ്, പ്രത്യേകതയുള്ളവനാണ്. അവൻ കർത്താവിന് നാസീർ വ്രതക്കാരനായിരിക്കും. ഇങ്ങനെയെല്ലാം കുറേ നിർദ്ദേശം പറഞ്ഞു കൊടുത്ത് എന്നിട്ട് ദൂതൻ അപ്രത്യക്ഷനായി. ഭാര്യ ഉടനെ ഓടിപ്പോയി മനോവയോട് വിവരം പറഞ്ഞു. അപ്പോൾ മനോവ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ ദൈവത്തിൻ്റെ ദൂതൻ ഒരു പ്രാവശ്യം കൂടി പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിൽ, എന്നോടും കൂടെ ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ. അങ്ങനെ ഈ മനോവ പ്രാർത്ഥിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. രണ്ടാമതും ഭാര്യയ്ക്ക് തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ഭാര്യ ഓടിപ്പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വന്നു. മനോവയോടും നേരത്തെ പറഞ്ഞതുപോലെ
ദൂതൻ കുറച്ച് കാര്യങ്ങൾ ഈ കുഞ്ഞിനെ എങ്ങനെ വളർത്തണം, അവൻ്റെ പ്രത്യേകതകളൊക്കെ എന്തായിരിക്കണം എന്നെല്ലാം പറഞ്ഞു കൊടുത്ത്. അപ്പോൾ മനോവ ഇതെല്ലാം കേട്ടതിന് ശേഷം, പ്രിയപ്പെട്ടവരെ, ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 17-18 വചനങ്ങളിൽ മനോവ 17-ാമത്തെ വചനത്തിൽ ഇങ്ങനെ ചോദിക്കുകയാണ്. ന്യായാധിപന്മാർ 13-ാം അധ്യായം 17-ാം വചനം, ബുക്ക് ഓഫ് ജഡ്ജസ് ചാപ്റ്റർ 13 വേഴ്സ് 17. മനോവ ചോദിക്കുകയാണ്. എന്താ ചോദിച്ചതെന്നറിയാമോ? മനോവ ഇങ്ങനെ ചോദിക്കുകയാണ് ദൂതനോട്. ഇതെല്ലാം സംഭവിച്ചു കഴിയുമ്പോൾ, നോക്കിക്കേ മനോവയുടെ ഒരു മനോഭാവം നോക്കിക്കേ. മനോവ ദൈവത്തിൻ്റെ ദൂതൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല. ഭാര്യ ഗർഭിണിയായിട്ടില്ല, കുഞ്ഞിനെ പ്രസവിച്ചിട്ടില്ല, അനുഗ്രഹം കിട്ടിയിട്ടില്ല, പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ മനോവ എന്ത് ചെയ്തു? ശ്രദ്ധിക്കണം, മനോവ ഹൃദയം കൊണ്ട് അത് വിശ്വാസത്തോടെ സ്വീകരിച്ചു. ഒന്നും ആയിട്ടില്ല, പക്ഷെ അത് ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. നമ്മളൊരു വചനം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളത് വിശ്വാസത്തോടെ സ്വീകരിക്കണം. അപ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറുക. മറിയം ദൈവത്തിൻ്റെ വചനത്തെ വിശ്വാസത്തോടെ സ്വീകരിച്ചു. ലൂക്ക 1:38, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ സംഭവിക്കട്ടെ. വിശ്വാസത്തോടെ വചനത്തെ സ്വീകരിച്ചു. ചെവി കൊണ്ട് നമ്മൾ കേട്ടാൽ പോരാ, വചനം മനോവ ചെയ്തതുപോലെ, പരിശുദ്ധമ്മ ചെയ്തതുപോലെ നമ്മൾ വിശ്വാസത്തോടെ സ്വീകരിക്കണം. ഒന്നും സംഭവിച്ചില്ല, അതിനു മുൻപ് തന്നെ മനോവ പറയുകയാണ്, ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ, ഇതെല്ലാം സംഭവിച്ചു കഴിയുമ്പോൾ നിന്നെ ഓർക്കേണ്ടതിന് ദയവായി എന്താണ് നിന്റെ പേരെന്ന് പറയണം. അങ്ങനെ പറഞ്ഞു. നേരത്തെ മോശ ദൈവത്തോട് ചോദിച്ചതുപോലെ ചോദിച്ചു. അപ്പോൾ അവിടെ കൊടുക്കുന്ന ഉത്തരം പ്രിയപ്പെട്ടവരെ വളരെ മനോഹരമായിട്ടുള്ളൊരു വചനമാണ്. ന്യായാധിപന്മാർ 13-ാം അധ്യായം 18-ാം വചനം, ദൈവം ദൂതനിലൂടെ മനോവയുടെ ചോദ്യത്തിന് ഉത്തരമായി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ അത്ഭുതമായിരിക്കെ നീ എന്നോട് ചോദിക്കുന്നത് എന്തിന്? ദൈവം ചോദിക്കുകയാണ്. എത്ര മനോഹരമായ ഒരു വചനമാണ് നോക്കി. ഞാനൊരു അത്ഭുതമാണ്, നീ അതുകൊണ്ട് എൻ്റെ ഡീറ്റെയിൽസ് അധികം അന്വേഷിക്കണ്ട. ഇതാണ് ദൈവം പറയുന്നത്. ഞാൻ അത്ഭുതമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ എപ്പോഴും വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഈ ഒരു ചിന്ത മതി. പള്ളിയിൽ വരുമ്പോൾ ഞാനിതാ അത്ഭുതമായ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. ആ ഒരു ചിന്തയുണ്ടെങ്കിൽ നമുക്ക് എത്ര സമയം അവിടെ ഇരിക്കാൻ പറ്റും? നമ്മൾ തന്നെ ആലോചിക്കുക. ഞാനൊരു അത്ഭുതത്തിൻ്റെ മുൻപിലാണ് ഇരിക്കുന്നത്. എൻ്റെ ദൈവം അത്ഭുതമാണ്, എൻ്റെ ദൈവം അനുഗ്രഹമാണ്, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ കണ്ണീര് തുടയ്ക്കുന്നവനാണ്. എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും എൻ്റെ കർത്താവിൻ്റെ അടുത്ത് പരിഹാരമുണ്ട്, തീരുമാനമുണ്ട്, ഉത്തരമുണ്ട്. ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഈശോയുടെ അടുത്തേക്ക് വരാൻ എന്തൊരു സന്തോഷമായിരിക്കും. നമ്മൾ ആലോചിച്ച് നോക്കുക. മനോവയോട് കർത്താവ് പറയുകയാണ്, നമ്മൾ ആ വചനം മറക്കരുത് പ്രിയപ്പെട്ടവരെ. എത്ര പ്രതിസന്ധിയിലൂടെ ഞാനും നിങ്ങളും പോയാലും ഈ വചനം നമ്മൾ മറക്കരുത്. ന്യായാധിപന്മാർ 13:18 കർത്താവ് ചോദിക്കുകയാണ്, എൻ്റെ പേര് അത്ഭുതമായിരിക്കെ നീ അത് ചോദിക്കുന്നത് എന്തിന്? ഞാനൊരു അത്ഭുതമാണ് ഈശോ പറയുക. എത്ര 100% സത്യമാണ്. മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ തന്നെ. ഒരു മനുഷ്യൻ എന്താണോ നഷ്ടപ്പെട്ടത്, അവൻ്റെ സന്തോഷമാണോ, അവൻ്റെ അനുഗ്രഹമാണോ, അവൻ്റെ ജീവിതത്തിൽ എന്താണ് അവന് നഷ്ടപ്പെട്ടത്? അനുഗ്രഹമാണോ നഷ്ടപ്പെട്ടത്? സന്തോഷമാണോ നഷ്ടപ്പെട്ടത്? സമാധാനമാണോ നഷ്ടപ്പെട്ടത്? ഇനി നിങ്ങളിപ്പോൾ തുറന്ന് വായിക്കുന്ന ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ അതിൻ്റെ കുറച്ച് പുറകോട്ട് പോയി കഴിയുമ്പോൾ അതിൻ്റെ 6-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ വേറൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ ജനം വലിയ വിഷമത്തിലൂടെ കടന്നു പോവുകയാണ്. അവർ ദൈവത്തെ മറന്നു ജീവിക്കുമ്പോൾ ദൈവം കുറച്ച് സമയം അവരെ കുറച്ച് സഹനത്തിലൂടെ കടത്തിവിടും. ശത്രുക്കൾ വന്ന് അവരെ തോൽപ്പിക്കാൻ ദൈവം അനുവദിക്കും. അവരെ പിടിച്ചുകൊണ്ട് അവരെ പലായനം ചെയ്ത് അവരെ പിടിച്ചുകൊണ്ട് ബന്ദികളാക്കി കൊണ്ടുപോകാൻ ദൈവം അനുവദിക്കും. അവരെ ശത്രുരാജ്യത്തിൽ പോയി കുറേ നാളിങ്ങനെ വിഷമിച്ച് കുറേ കഴിയുമ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടും. അവർക്ക് കുറേ തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് പറയും, ദൈവമേ തെറ്റുപറ്റി, ക്ഷമിക്കണം, ഞങ്ങളെ കൈവിടരുത്. അപ്പോൾ ദൈവം അവരെ രക്ഷിക്കും. ഇത് ഇസ്രായേലിൻ്റെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ആവർത്തിച്ച് കാണുന്ന ഒരു കാര്യമാണ്. ദൈവത്തെ എല്ലാ അനുഗ്രഹവും കൊടുത്തു കഴിയുമ്പോൾ മറക്കും, തോന്നിവാസം ജീവിക്കും. ദൈവം അവരെ കുറച്ച് തകർച്ചയിലൂടെ കടത്തിവിടും. അപ്പോൾ വീണ്ടും അവർ കരഞ്ഞു പ്രാർത്ഥിക്കും. ദൈവം മനസ്സലിഞ്ഞ് അവരെ രക്ഷിക്കും. അങ്ങനെ അവരെ രക്ഷിക്കാനായി ദൈവം പ്രത്യേകം പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ പേരാണ് ഗിദയോൻ. പഴയ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോമിനൻ്റ് ഫിഗറാണ് ഗിദയോൻ എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം ഇങ്ങനെ
മിദിയാൻ എന്ന് പറയുന്ന ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇങ്ങനെ ഇസ്രായേൽക്കാർ ഒളിച്ചു താമസിക്കുന്നിടത്ത് താമസിക്കുകയാണ് ഗിദെയോൻ. ഉടനെ ദൈവത്തിൻ്റെ ദൂതൻ ഗിദെയോനോട് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഗിദെയോനെ, നീ പേടിക്കണ്ട, ശക്തനും ധീരനുമായ മനുഷ്യനാണ് നീ. എന്നിട്ട് ഗിദെയോനോട് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞു. നിങ്ങൾ ലത്തീൻ ക്രമത്തിലുള്ള കുർബാനയിലൊക്കെ പങ്കെടുത്തിട്ടുള്ളവരാണ്, നിങ്ങൾക്കറിയാം. ലത്തീൻ ക്രമത്തിൽ കുർബാനയിൽ ആവർത്തിച്ച് പറയുന്നൊരു വാക്കാണ് ദ ലോർഡ് ബി വിത്ത് യു, കർത്താവ് നിന്നോട് കൂടെ. അപ്പോൾ ജനം എന്ത് പറയും? മറുപടി, അങ്ങയോടെ ആത്മാവോടും കൂടെ എന്ന് പറയും. ഇതിങ്ങനെ കാണാപ്പാടെ നമ്മൾ പഠിച്ചതുകൊണ്ട് എപ്പോഴും നമ്മൾ പറയും. അന്നാ പെസഹ പാടി കഴിഞ്ഞ ഉടനെ അനുരഞ്ജിതരായി നമ്മളിത് പഠിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മളങ്ങോട്ട് പാടും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കും. പക്ഷേ ഗിദെയോൻ അങ്ങനെയല്ല. ഗിദെയോൻ കുറച്ചും കൂടി ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. നമ്മളെപ്പോലെ കാണാപ്പാടം പഠിച്ചത് പെട്ടെന്ന് പോയി അങ്ങ് പ്രാർത്ഥിക്കുകയല്ല. ഗിദെയോനോട് കർത്താവ് നിന്നോട് കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഗിദെയോൻ അങ്ങയോട് കൂടെ എന്നൊന്നും പറഞ്ഞില്ല. ഗിദെയോൻ ചോദിച്ചു, അതെങ്ങനെയാ ശരിയാവുക എന്ന് ചോദിച്ചു. നീ പറയുന്നു കർത്താവ് എന്നോട് കൂടെ, പക്ഷേ ഞാനും എൻ്റെ കുടുംബവും ഇസ്രായേൽക്കാരും എല്ലാം ഇങ്ങനെ ശത്രുക്കളുടെ കീഴേ കിടന്ന് വിഷമിക്കുകയാണ്, നരകിക്കുകയാണ്, അടിമകളായി കിടക്കുകയാണ്. അപ്പോൾ കർത്താവ് നിന്നോട് കൂടെ എന്ന് എങ്ങനെ പറയാൻ പറ്റുക? ഗിദെയോൻ ചോദിച്ചു. ഉടനെ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞത്, അങ്ങനെയല്ല, കർത്താവ് നിൻ്റെ കൂടെയുണ്ട്, നിന്നെ ദൈവം ശക്തിപ്പെടുത്തും, ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം ദൈവം തരും, നീ പേടിക്കണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞ് ഗിദെയോനെ ശക്തിപ്പെടുത്തി. അപ്പോൾ ഗിദെയോൻ പിന്നെയും പറഞ്ഞു, നീ എന്നെക്കുറിച്ച് ഇങ്ങനെ നല്ല വാക്കുകളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ ആകെ വിഷമത്തിലാണ്, വെറുതെ വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഗിദെയോൻ പിന്നെയും കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, മനാസയുടെ ഗോത്രത്തിൽ എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ്, എൻ്റെ കുടുംബത്തിൽ ഏറ്റവും നിസ്സാരനുമാണ് ഞാൻ. അപ്പോൾ ഗിദെയോനെ കുറിച്ച് ശക്തനും ധീരനുമായ മനുഷ്യ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗിദെയോൻ അങ്ങോട്ട് പൊങ്ങി പോയില്ല. നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും നല്ല വാക്ക് പറയുമ്പോൾ നമ്മളങ്ങ് പൊങ്ങുന്നത് പോലെ ഗിദെയോൻ പൊങ്ങിയില്ല. ഗിദെയോൻ പറഞ്ഞു, നീ പറയുന്നതൊന്നും കറക്റ്റല്ല, കാരണം നീ എന്നെക്കുറിച്ച് ഇങ്ങനെ നല്ല വാക്കൊക്കെ പറഞ്ഞിട്ടും എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ നാടിനും ഞങ്ങളെല്ലാം വളരെ പ്രതിസന്ധിയിലാണ്, വിഷമത്തിലാണ്, തകർച്ചയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ശക്തിപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, ദൈവം നിന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ പോവുകയാണ്. നീ ഒരു സൈന്യത്തെ ഒരുമിച്ച് കൂട്ടണം. എണ്ണമൊക്കെ വളരെ കുറച്ച് മതി. കൂടുതൽ എണ്ണം സൈന്യത്തിൽ നീ ഒരുമിച്ച് കൂട്ടി യുദ്ധത്തിന് പോയി ജയിച്ചാൽ നിങ്ങൾ പറയും നിങ്ങളുടെ കഴിവ് കൊണ്ടാണ് ജയിച്ചത്. അതുകൊണ്ട് നീ എടുക്കുന്ന സൈന്യത്തിൻ്റെ 10-1 ആൾക്കാർ മതി. നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം 6-7 അധ്യായങ്ങൾ വായിക്കുമ്പോൾ തുടർന്ന് നമ്മൾ കാണുകയാണ്, ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞതുപോലെ ഗിദെയോൻ ചെറിയൊരു സൈന്യത്തെയും കൊണ്ട് പോയി ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അവരെ ശത്രുക്കളിൽ നിന്നും രക്ഷിച്ച് എന്നേക്കുമായി ആ ശത്രുക്കളെ ദൈവം അവരുടെ ഇടയിൽ നിന്നും തുരത്തി ഒഴിവാക്കി അവരെ രക്ഷിച്ച് അവർക്ക് വിജയം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ആ വചനഭാഗത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഗിദെയോൻ കർത്താവിന് ഒരു ബലിപീഠം പണിതു, അതിന് യാഹ്വേ ഷാലോം എന്ന് പേര് നൽകി. യാഹ്വേ ഷാലോം എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനം. കർത്താവ് സമാധാനം, അല്ലെങ്കിൽ കർത്താവിൻ്റെ സമാധാനം എന്നാണ് യാഹ്വേ ഷാലോം. യാഹ്വേ എന്ന് പറഞ്ഞാൽ കർത്താവ് അല്ലെങ്കിൽ ദൈവം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഷാലോം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ എൻ്റെ സമാധാനം എന്നാണ്, സമാധാനം. അപ്പോൾ ശരിക്കും ദൈവം മോശയോട് പറഞ്ഞ എത്ര സത്യമാണ്. ദൈവം അത്ഭുതമാണ്, ദൈവം അടയാളമാണ്, ദൈവം സൗഖ്യമാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നത് എന്താണെന്ന് അറിയാമോ? അവിടെ 8 മുതലുള്ള വചനങ്ങളിൽ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം പ്രവർത്തിച്ചിട്ടും ഇസ്രായേൽക്കാരെ ചില ശത്രു രാജ്യങ്ങൾ വളരെ അധികമായി ശല്യപ്പെടുത്തുകയാണ്. അങ്ങനെ ശല്യപ്പെടുത്തിയ ശത്രു രാജ്യങ്ങളിലെ ഏറ്റവും പ്രബലമായ ഒരു രാജ്യമാണ്, ആ രാജ്യത്തിൻ്റെ പേരാണ് എന്താണെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ? ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ എപ്പോൾ യുദ്ധത്തിന് പോയാലും മറ്റ് രാജ്യങ്ങളെക്കാളൊക്കെ അവരെ അസ്വസ്ഥപ്പെടുത്തിയ ഒരു രാജ്യത്തിൻ്റെ പേരാണ് അമലേക്യർ എന്ന് പറയുന്ന ഒരു വിഭാഗം. അമലേക്യർ. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ അമലേക്യരെ കുറിച്ച് ഏതെങ്കിലും വചനഭാഗത്തിൽ വായിക്കുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. അമലേക്യർ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽക്കാർ ഇന്ന് വരെ യുദ്ധം ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട മനുഷ്യരാണ്. രാക്ഷസന്മാരെ പോലെയുള്ള സ്വഭാവമാണ്, പിശാചുകളെ പോലെയുള്ള സ്വഭാവമാണ്. സാധാരണ എല്ലാവരും നേരെ യുദ്ധം ചെയ്യുമ്പോൾ അമലേക്യർ പുറകിൽ നിന്നാണ് ആക്രമിക്കുക. അങ്ങനത്തെ കൂട്ട സ്വഭാവമാണ്. യുദ്ധത്തിൻ്റെ പോലും ഒരു മര്യാദ ഇല്ലാത്ത മനുഷ്യരാണ്.
അതുകൊണ്ടാണ് സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 15-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ സാവൂളിനോട് സാമുവേൽ പ്രവാചകനിലൂടെ ദൈവം ഒരു കാര്യം പറയുകയാണ്. നീ അമലേക്കരോട് യുദ്ധത്തിന് പോകുമ്പോൾ അവിടെയുള്ള എല്ലാത്തിനെയും കൊന്നുകളയണം, ഒരെണ്ണത്തിനെ പോലും ബാക്കി വെക്കരുത്. അവരുടെ എല്ലാ വസ്തുക്കളും നശിപ്പിക്കണം. കാരണം ഒരെണ്ണത്തിനെ ബാക്കി വെച്ചാൽ അവർ പിന്നെ വന്ന് വളർന്ന ഒരു സമൂഹമായി പിന്നെ നിങ്ങളെ ആക്രമിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു രാജ്യത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ചില തിന്മകളും അങ്ങനെയാണ്. ചില തിന്മകൾ അല്പം ദയ കാണിച്ചാൽ അത് വളർന്ന് നമ്മളെ കീഴടക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഇന്ന് ഇരിക്കുമ്പോൾ നമ്മളിൽ നല്ല ഒരു ശതമാനം, അല്ലെങ്കിൽ എല്ലാവരും ഭൂരിഭാഗം പേരും വിശുദ്ധിയോടെയാണ് ഇരിക്കുന്നത്. നമ്മളിന്ന് വിശുദ്ധിയോടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മളെ സുഖപ്പെടുത്തും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചില തിന്മകൾ, നമ്മൾ അതിനോട് ഒരു ദയയും കാണിക്കരുതെന്ന് പറയുകയാണ്. അമലേക്കരെ പോലെയാണ് ചില തിന്മകൾ, ചില പാപങ്ങൾ. അല്പം നമ്മൾ അവയെ ഒന്ന് താലോലിച്ചാൽ നമ്മളെ കീഴ്പ്പെടുത്തും. വിശുദ്ധിക്ക് ചേരാത്ത പാപങ്ങൾ, ചില പ്രലോഭനങ്ങൾ, ചില തഴക്കദോഷങ്ങൾ, ചില തിന്മകൾ, ചില ലഹരികൾ നമ്മളെ കീഴടക്കാൻ ശക്തിയുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ മാറണമെങ്കിൽ ബുദ്ധി ഉപയോഗിച്ചാൽ പോരാ, ശക്തി ഉപയോഗിച്ചാൽ പോരാ, നമ്മൾ കൈകൊണ്ട് അധ്വാനിച്ചാൽ പോരാ. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ജോഷുവയെ വിളിച്ചിട്ട് പറയുകയാണ്, ഇതാ അമലേക്കരോട് നമ്മൾ യുദ്ധം ചെയ്യാൻ പോവുകയാണ്. നീ യോദ്ധാക്കളെ കൂട്ടി, സൈന്യത്തെ കൂട്ടി, നീ ആയുധമെടുത്ത് അവരോട് താഴ്വാരത്തിൽ പോയി യുദ്ധം ചെയ്യുക. ഞാനിതാ ദൈവം എനിക്ക് തന്ന ഒരു വടിയുണ്ട്, നിങ്ങളിത് ശ്രദ്ധിക്കണം. ദൈവം തന്ന ഈ വടി ഉപയോഗിച്ച് ഞാൻ മലമുകളിലേക്ക് കയറി, അവിടെ എൻ്റെ കയ്യിൽ ഈ വടി ഉയർത്തിപ്പിടിച്ച് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കും. 2 തരത്തിലുള്ള യുദ്ധം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. 2 തരത്തിലുള്ള യുദ്ധം, 2 തരത്തിലുള്ള അധ്വാനം നല്ല ഫലം കിട്ടാൻ നമ്മൾ ചെയ്യണം. ഇന്ന് അനേകര് ഒരു രീതിയിലുള്ള അധ്വാനം മാത്രമേ ഉള്ളൂ, ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടുമുള്ള ഒരു അധ്വാനം. ഇന്ന് അനേക മനുഷ്യര് തിന്മയെ കീഴടക്കാൻ നോക്കുന്നത് ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടുമുള്ള യുദ്ധം ചെയ്തിട്ടാണ്. അത് പോരാ. മോശയ്ക്കത് മനസ്സിലായി. അമലേക്കരെ പോലെയുള്ള പിശാചുകളോട് യുദ്ധം ചെയ്യണമെങ്കിൽ, തിന്മകളോട് പൊരുതണമെങ്കിൽ ആരോഗ്യം കൊണ്ട് പൊരുതിയ പോരാ, ആയുധം കൊണ്ട് പൊരുതിയ പോരാ. മോശ പറഞ്ഞു, നീ പോയി കയ്യിൽ ആയുധമെടുത്ത് യുദ്ധം ചെയ്യുക. ഞാനിതാ ദൈവം തന്ന വടി, ആ വടിയെ ബൈബിൾ പണ്ഡിതന്മാർ വിളിക്കുന്ന പേരാണ് വിശ്വാസത്തിന്റെ വടി. ആ വടി കൊണ്ട് മോശ അടിച്ചപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ചെങ്കടൽ പിളർന്ന് 2ആയി മാറി അവിടെ വഴി ദൈവം തുറന്നു കൊടുത്തത്. ആ വടി കൊണ്ട് മോശ മരുഭൂമിയിൽ പാറയിൽ അടിച്ചപ്പോഴാണ് അവിടെ നിന്ന് വെള്ളം പ്രവഹിച്ചത്. മോശ ജോഷുവോട് പറഞ്ഞു, ഈ വടിയുമായി ഇതാ ഞാൻ മലമുകളിൽ കയറി പ്രാർത്ഥിക്കാൻ പോവുകയാണ്, നീ താഴെ പോയി യുദ്ധം ചെയ്യണം. 2 തരത്തിലുള്ള അധ്വാനം. നോക്കിക്കേ, 2 തരത്തിലുള്ള അധ്വാനം. മോശ ജോഷുവോട് പറയുകയാണ്, നീ ആയുധമെടുത്ത് യുദ്ധം ചെയ്യുക. എൻ്റെ കയ്യിൽ ഒരു ആയുധമുണ്ട്, ദൈവം തന്ന ഒരു വിശ്വാസത്തിന്റെ വടി, അതുകൊണ്ട് ഞാൻ മലയിൽ കയറും. മോശ മലയിൽ കയറി കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. അപ്പോൾ മോശ താഴേക്ക് നോക്കുമ്പോൾ കാണുകയാണ്, ഇസ്രായേൽക്കാര് അമലേക്കരെ വാളുകൊണ്ട് വെട്ടി വീഴ്ത്തുകയാണ്. കുറച്ചു നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊക്കെ പറ്റുന്നത് പോലെ മോശയുടെ കൈ കഴച്ച്, കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച കൈ മടുത്ത് ഇങ്ങനെ താഴേക്ക് വന്നു. അപ്പോൾ 2 പേര്, മോശയുടെ കൂടെയുള്ള 2 പേര്, അഹറോനും ഹൂറും എന്ന് പറയുന്ന 2 മനുഷ്യര് 2 സൈഡിൽ നിന്നും മോശയുടെ താഴ്ന്നു പോകുന്ന കൈ പൊക്കി പിടിച്ച്. മോശയുടെ കൈ താഴ്ന്നു വന്നപ്പോൾ മോശ താഴേക്ക് നോക്കുമ്പോൾ അമലേക്കർ ഇസ്രായേൽക്കാരെ വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തുന്നതാണ് കണ്ടത്. നോക്കിക്കേ, പ്രാർത്ഥന കുറയുമ്പോൾ പ്രിയപ്പെട്ടവരെ തിന്മ നമ്മളെ അരിഞ്ഞു വീഴിക്കും. കാര്യം പറഞ്ഞാൽ ബുദ്ധിയുണ്ട്, പണമുണ്ട്, ജോലിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നോക്കുക, തിന്മ കയറുന്ന വഴി, പ്രാർത്ഥനയിൽ മടുപ്പ് വന്നു കഴിയുമ്പോൾ പിശാച് നമ്മളെ കീഴടക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ അഹറോനും ഹൂറും മോശയുടെ കൈ ഉയർത്തിപ്പിടിച്ചപ്പോഴോ വീണ്ടും മോശ താഴേക്ക് നോക്കി. അപ്പോൾ വീണ്ടും ഇസ്രായേൽക്കാർ അമലേക്കരെ വെട്ടി വീഴ്ത്തുന്നത് മോശയ്ക്ക് കാണാൻ പറ്റി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ആയുധങ്ങൾ നമ്മൾ എടുക്കണം. ഈ കൺവെൻഷനുകൾ അതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ താഴെ വെച്ച ആത്മീയ ആയുധങ്ങൾ എടുത്ത് പോരാടാനായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു ഊർജമാണ് കൺവെൻഷനുകൾ. ആത്മീയ ആയുധം എടുത്ത് താഴേക്ക് നോക്കുമ്പോൾ നമ്മളെ കീഴടക്കിക്കൊണ്ടിരുന്ന തിന്മ ഓടിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. കരമുയർത്തി ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. നല്ല സ്വരത്തിൽ ഉറക്കെ എല്ലാവരും പറഞ്ഞ ഹല്ലേലൂയ. ശക്തിയോടെ പറയാ ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ആ വൈകുന്നേരം വരെ മോശയുടെ കൈ ഇവർ ഉയർത്തിപ്പിടിച്ച്, അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അമലേക്കരെ സർവ്വതിനെയും ഇസ്രായേൽക്കാർ കീഴടക്കി അവരെ വെട്ടി വീഴ്ത്തി തോൽപ്പിച്ചു. അപ്പോൾ മോശ ദൈവത്തിന് അവിടെ ഒരു ബലിപീഠം പണിതു. ബലിപീഠം പണിതിട്ട് അവിടെ ആ സ്ഥലത്തിനൊരു പേരിട്ടു. ആ പേര് നമ്മൾ വായിക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 17-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വചനമാണ്. ആ പേരിങ്ങനെയാണ്, യാഹ്വേ നിസ്സി. മെസ്സി അല്ല, നിസ്സി. യാഹ്വേ നിസ്സി. നിസ്സി എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം പ്രിയപ്പെട്ടവരെ? എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. നിസ്സി എന്ന വാക്കിന്റെ അർത്ഥം വിജയ പതാക എന്നാണ്. ഫ്ലാഗ് ഓഫ് വിക്ടറി, ബാനർ ഓഫ് വിക്ടറി, വിജയ പതാക എന്നാണ് നിസ്സി എന്ന വാക്കിന്റെ അർത്ഥം. യാഹ്വേ നിസ്സി എന്ന് പറഞ്ഞാൽ എനിക്ക് വിജയം നൽകുന്ന കർത്താവ്, എൻ്റെ കയ്യിൽ വിജയ പതാക തരുന്ന ദൈവം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിജയം നൽകുന്ന കർത്താവാണ്, സുഖപ്പെടുത്തുന്ന കർത്താവാണ്, സമാധാനം തരുന്ന കർത്താവാണ് നമ്മുടെ ജീവിതത്തിൽ. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഉൽപ്പത്തി 22-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അബ്രാഹം ഇസഹാക്കുമായി മലമുകളിലേക്ക് മോറിയ മലയിൽ ബലിയർപ്പണത്തിന് പോവുകയാണ്. ഇസഹാക്ക് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ട്, പക്ഷെ ബലിമൃഗത്തെ കാണുന്നില്ലല്ലോ. അപ്പോൾ അബ്രാഹം പറയുകയാണ്, ദൈവം തരും. മലയുടെ മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അബ്രാഹം പെട്ടെന്ന് തന്നെ കുട്ടിയെ പിടിച്ച് ബന്ധിച്ച് കല്ലിൻ്റെ മുകളിലേക്ക് കിടത്തി ബലിയർപ്പിക്കുവാനായി. ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 22-ാമത്തെ അധ്യായം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ബലിയർപ്പിക്കുവാനായി കുട്ടിയെ ബന്ധിച്ച് കല്ലിൻ്റെ മുകളിൽ കിടത്തിയപ്പോൾ, കത്തിയെടുത്ത് കുട്ടിയെ ബലിയർപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അബ്രാഹത്തെ തടയുകയും മുൾപടർപ്പിൽ കിടന്ന ഒരു ആട്ടിൻകുട്ടിയെ കാണിച്ചു കൊടുക്കുകയും അബ്രാഹം കുഞ്ഞിന് പകരമായി ആ ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അബ്രാഹം ആ സ്ഥലത്തിന്, ആ ബലിപീഠം പണിത് ബലിയർപ്പിച്ച സ്ഥലത്തിന് ഒരു പേരിട്ടു. ആ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം, യാഹ്വേ ഇറേ എന്നാണ്. ഉൽപ്പത്തി 22-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അബ്രാഹം ആ സ്ഥലത്തിന് യാഹ്വേ ഇറേ എന്ന് പേരിട്ടു. യാഹ്വേ ഇറേ, ഇറേ എന്ന് പറഞ്ഞാൽ പ്രദാനം ചെയ്യുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പ്രൊവൈഡ്സ് എന്നാണ് ഇറ എന്ന വാക്കിന്റെ അർത്ഥം. യാഹ്വേ ഇറ എന്ന് പറഞ്ഞാൽ ലോർഡ് പ്രൊവൈഡ്സ്, കർത്താവ് പ്രദാനം ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം അവിടെ തന്നെ പറയുന്നുണ്ട്. ആ വചനം ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിക്കുക. ഉൽപ്പത്തി 22-ാം അധ്യായം 14-ാം വചനം. അബ്രാഹം ആ സ്ഥലത്തിന് യാഹ്വേ ഇറ എന്ന് പേരിട്ടു. കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുമെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. വേണ്ടത് തരുന്ന ഒരു ദൈവം, അതാണ് ഞാൻ തന്നെ എന്ന വാക്കിന്റെ അർത്ഥം. വേണ്ടത് തരും. നിനക്ക് രോഗമാണോ? നിനക്ക് തകർച്ചയാണോ? നിനക്ക് സമാധാനക്കേടാണോ? നിനക്ക് ജീവിതത്തിൽ പരാജയമാണോ? കർത്താവ് പറയുകയാണ്, വേണ്ടത് പ്രദാനം ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഒരു 4 കാര്യങ്ങൾ കർത്താവിൽ നിന്ന് നമുക്ക് വേണ്ടത് കിട്ടാൻ, സൗഖ്യമാണെങ്കിലും വിജയമാണെങ്കിലും സമാധാനമാണെങ്കിലും തകർച്ചയിൽ നിന്നൊരു മോചനമാണെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ കർത്താവിൽ നിന്നും വേണ്ടത് നമുക്ക് കിട്ടാൻ ഒരു 4 എളുപ്പ വഴി ഞാൻ നിങ്ങളോട് പറയാം. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവിന് നമ്മളെ അനുഗ്രഹിക്കാതിരിക്കാൻ പിന്നെ പറ്റുകയില്ല. 4 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒന്നാമത് നമുക്ക് വേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം വേണം. നമ്മൾ ഈശോയുടെ അടുത്ത് വരുമ്പോൾ ഒരു ആഗ്രഹം വേണം. വെറുതെ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഡ്രസ്സും എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നാൽ പോരാ. കുർബാനയ്ക്ക് വരുമ്പോൾ, ധ്യാനത്തിന് വരുമ്പോൾ, ഈശോയുടെ സന്നിധിയിൽ വരുമ്പോൾ എപ്പോഴും നമുക്കൊരു ആഗ്രഹം വേണം. ആഗ്രഹം വേണം. 1. 2, വിശ്വാസം വേണം. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു. ഒരമ്മ മകളെ ശക്തിപ്പെടുത്തി നോക്കിക്കേ, വിശ്വാസം കൊണ്ട് ശക്തിപ്പെടുത്തി. വിശ്വാസം വേണം. ഈശോ എന്താ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ? നമ്മൾ പഴയ നിയമത്തിൽ ഹെബ്രായ ലേഖനം 11:6 ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ. ഹെബ്രായ ലേഖനം 11:6 അവിടെ പറയുന്നത് എങ്ങനെയാണ്? ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കണം. അതാണ് ഒരു കണ്ടീഷൻ ദൈവാനുഗ്രഹത്തിൻ്റെ. വിശ്വസിക്കണം. അപ്പോൾ ആഗ്രഹം വേണം, വിശ്വാസം വേണം. 3, നമ്മുടെ അവസ്ഥ നമ്മൾ കർത്താവിനോട് പറയണം. ബൈബിൾ പറയുകയാണ്, നിന്റെ അവസ്ഥ നീ കർത്താവിനോട് പറയണം. അനേകർ പള്ളിയിൽ വന്നാൽ വാ മൂടിക്കെട്ടിയിട്ടുള്ള ഒരു ഇരിപ്പാണ്. ചിലരുടെ ചിന്ത ഇങ്ങനെയാണ്, എൻ്റെ വിഷമം ദൈവത്തിന് അറിയാം, ദൈവം ഇങ്ങോട്ട് ഇടപെടും.
ബൈബിളിൽ എവിടെയും പറയുന്നില്ല നിന്റെ വിഷമം നീ ഉള്ളിൽ വെച്ചാൽ മതി എന്ന്, എവിടെയും പറയുന്നില്ല. നിങ്ങൾ നോക്ക്, എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബൈബിളിൽ നീ വിഷമം ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതി എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ ബൈബിളിൽ എന്താ പറയുന്നത്? ചോദിക്കുവിൻ, അന്വേഷിക്കുവിൻ, മുട്ടുവിൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവിൻ. നമ്മൾ നമ്മുടെ അവസ്ഥ പറയണം. നാലാമത്തെ ഒരു കാര്യം, ഈശോയുടെ നാമം ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിലാണ് എല്ലാം കർത്താവ് നമുക്ക് തരുന്നത്. എല്ലാം ഈശോയുടെ നാമത്തിലാണ്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, പാപമോചനം എല്ലാം ഈശോയുടെ നാമത്തിലാണ് കിട്ടുന്നത്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 4 കാര്യം ഓർക്കണം. ആഗ്രഹം വേണം, വിശ്വാസം വേണം, നമ്മുടെ കാര്യങ്ങൾ കർത്താവിനോട് പറയണം, നമ്മുടെ കാര്യങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കണം. സങ്കീർത്തനം 55:22, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. ഏൽപ്പിക്കുക, അങ്ങനെയാണ് പറയുന്നത്. ഏൽപ്പിക്കുക, അവിടെ നിന്നെ താങ്ങിക്കൊള്ളും. എത്ര നല്ല വചനമാണ്. ഇന്ന് അനേകരെ ഏൽപ്പിക്കാതെ മനസ്സിൽ കൊണ്ടുവരുന്നു, അവിടെ ഇരിക്കുന്നു, അത് മനസ്സിൽ വെച്ചുകൊണ്ട് തിരിച്ചു പോകുന്നു. ഒന്നും ഏൽപ്പിക്കുന്നില്ല. കുർബാനയിൽ നമ്മൾ ഏൽപ്പിക്കണം, നമ്മുടെ അവസ്ഥ നമ്മൾ പറയണം. നാലാമത് പറയുകയാണ്, യേശുവിൻ്റെ നാമം വിളിക്കണം. ഈ 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ കർത്താവ് ഇടപെടും.